ഉയർന്ന സാമ്പത്തിക ശ്രേണിയുള്ള വിദ്യാർത്ഥികൾ ബൂട്ടും ഷൂവും അണിഞ്ഞ സിന്തറ്റിക് ട്രാക്ക് ഉപയോഗിച്ച് പങ്കെടുക്കേണ്ട സ്ഥലത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ കായികമേളയിൽ പങ്കെടുപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഉപജില്ലാ കായികമേള നടത്തുവാൻ പോലും സ്ഥലമില്ലാത്തതിനാലാണ്. തിരൂർ ഉപജില്ലാ കായികമേള നടന്നത് പാലക്കാട് ജില്ലയിൽ. കാലിൽ ബൂട്ട് അണിയാതെ ഇറങ്ങിയ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കാൽ പൊള്ളിയും കാലിന് പരിക്ക് പറ്റിയുമുണ്ടായ അപകടങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? തിരൂരിന്റെ പരിസരത്ത് തന്നെ വിവിധ സ്കൂളുകളിൽ ഗ്രൗണ്ടുകൾ ഉണ്ടായിട്ടും ഇതിനൊന്നും തയ്യാറാവാതെ പാലക്കാട് ജില്ലയിലേക്ക് തിരൂർ ഉപജില്ലാ കായികമേള കൊണ്ടുപോയത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? തിരൂർ സബ് ജില്ലാ കായികമേള നടന്നത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് ചാത്തന്നൂർ എന്ന സ്ഥലത്ത് സിന്തറ്റിക് ട്രാക്കിലാണ്. തിരൂർ പരിസരങ്ങളിൽ നവാമുകുന്ദ സ്കൂൾ ഗ്രൗണ്ടും ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടും പറവണ്ണ ഗ്രൗണ്ടും ഉണ്ടായിട്ടും മാത്രവുമല്ല തൊട്ടടുത്ത മണ്ഡലമായ താനൂർ മണ്ഡലത്തിലുള്ള സ്റ്റേഡിയവും ഉണ്ടായിട്ടും ഇത്രയും ദൂരം കുട്ടികളെ കൊണ്ടുപോയി സ്പോർട്സിൽ പങ്കെടുപ്പിക്കാൻ ഉണ്ടായ കാരണമെന്താണ്? തിരൂരിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ പേരിൽ രാഷ്ട്രീയമായി നടക്കുന്ന തമ്മിൽ പോരാണോ ഇതിന് കാരണം? കാലിൽ ബൂട്ടുമണിഞ്ഞ് പൂർണ്ണ പരിശീലനം നേടിയ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടുന്ന സിന്തറ്റിക് ട്രാക്കിൽ ഒട്ടുമിക്ക കുട്ടികളും പങ്കെടുത്തത് കാലിൽ ബൂട്ടണിയാതെയാണ്. ഇതുകാരണം കുട്ടികളുടെ കാൽ പൊള്ളിയും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് നേരിട്ടതിന്റെയും ഉത്തരവാദികൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോയവർ തന്നെയല്ലേ? സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും സംരക്ഷണവും എപ്പോഴും വാതുരതെ പ്രസംഗിക്കുന്നവർ ഇത് അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണോ? സംസ്ഥാന കായികമേളകൾ നടക്കേണ്ടുന്ന സിന്തറ്റിക് ട്രാക്കുകളിൽ സ്പൈക്ക് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പണം മുടക്കി ട്രെയിനിങ് നൽകിയും പങ്കെടുപ്പിക്കേണ്ടതാണ്. എന്നാൽ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ ബൂട്ടുകൾ ഉപയോഗിച്ചും സിന്തറ്റിക് ട്രാക്കിലൂടെ പരിശീലനം നൽകാതെയും വിദ്യാർത്ഥികളെ എന്തിനാണ് സ്വന്തം ജില്ലയും സ്വന്തം നാടും വിട്ട് മറ്റൊരു ജില്ലയിലെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളടക്കം ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് ഷൂവും സ്പൈക്കും ഒന്നുമില്ലാതെയാണ്. മാത്രവുമല്ല ഒരുപാട് ദൂരം ട്രെയിനിലും ബസ്സിലും കയറി ഏറെ കഷ്ടപ്പെട്ടാണ് ഇവർ മത്സരം നടക്കുന്ന ഈ സ്ഥലത്തെത്തിയിട്ടുള്ളത്. നട്ടുച്ച വെയിലത്ത് സിന്തറ്റിക് ട്രാക്കിൽ നഗ്നപാതരായി ഓടിയ വിദ്യാർത്ഥികൾക്ക് കാൽ പൊള്ളുക സ്വാഭാവികമല്ലേ? എന്നിട്ടും അധികാരികൾ എന്താണ് മൗനം പാലിക്കുന്നത്? ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.